ഇന്ന് നമുക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ പോയാലോ? ഇതെൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുവാ കേട്ടോ. ഞാൻ വീട്ടിൽ പോയി പെട്ടെന്ന് ഫ്രഷായി ജസ്റ്റ് ഒരുങ്ങി ഞങ്ങൾ നൈറ്റ് ഫ്രണ്ടിനെ വിളിക്കാൻ പോവാ. അവൾ ഇന്ത്യയിൽ നിന്ന് തിരിച്ച് മാൾട്ടയിലോട്ട് തിരിച്ച് വരുവാ. ഇന്ന് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. 11 മണി കഴിയുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത് ആദ്യം. പക്ഷേ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അതുകൊണ്ടൊരു 11:30 ആയപ്പോഴാണ് എത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ 12 മണിയൊക്കെ ആയി എത്തിയപ്പോൾ. ആ ടൈമിൽ പോയതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. അതേപോലെ തന്നെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് കുറേ ടൈം എടുക്കുന്നുണ്ട്. കുറച്ച് റീലൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ സമയമായപ്പം അവളെത്തി. പക്ഷേ എപ്പോഴും എയർപോർട്ടിൽ എത്തിയാലും ഒരു നെഞ്ചെടുപ്പാണ്. പോവാനാണെങ്കിലും വരാനാണെങ്കിലും. നാട്ടിൽ പോകാൻ തോന്നി പെട്ടെന്ന്. കുഴപ്പമില്ല, അടുത്ത മാസം ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലുണ്ട്. 12 മണിയൊക്കെ ആയപ്പോൾ അവൾ എയർപോർട്ടിൽ എത്തി. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവളുടെ അടുത്തോട്ട് പോയി അവളെ പെട്ടിയൊക്കെ അവിടെ നിന്ന് എടുത്ത് പോവുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളെ കുറേ കളിയാക്കിയൊക്കെ ചെയ്തു. ഇത്ര നാളായി കണ്ടിട്ട് എവിടെയായിരുന്നു തമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും കളിയാക്കാറുണ്ട്. അങ്ങനെ തിരിച്ചെത്തിയതിൻ്റെ പേരിൽ അവളുടെ അടുത്ത് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറയാം. നിൻ്റെ മുഖം വിട്ടിട്ടാണ് എനിക്ക് കാശ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് എറിയും വിളിച്ചുകൊണ്ട് അവൾ പോണത്. അങ്ങനെ ഞങ്ങൾ ബോൾട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി കാത്തിരിക്കുവാണേ. അധികം ടൈമൊന്നും എടുത്തില്ല. 10 മിനിറ്റിനുള്ളിൽ ബോൾട്ട് വന്ന്. അവൾ മുഖം മറക്കും കേട്ടോ. അവൾക്ക് മേക്കപ്പ് ഇല്ലാതെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്തിരി ബ്യൂട്ടി കോൺഷ്യസാണ്. അങ്ങനെ ഞങ്ങൾ ബോൾട്ട് വിളിച്ച് അവരെ വീട്ടിലോട്ടാണ് പോണത്. എൻ്റെ വീട്ടിൽ 12 മണിയായില്ലേ, അതുകൊണ്ട് ഞാനും അവരെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ആയിരുന്നു കിടന്നത് അന്ന് നൈറ്റ്. അവിടെ ചെന്നപ്പം ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.